ഇന്ന് നമ്മളൊരു ചെങ്ങായിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മളത് ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഓനൊരു സർപ്രൈസ് ആയിട്ടാണ് പറയണേ. അപ്പോൾ നമ്മൾ നമ്മൾക്ക് ഒരുപാട് കേക്കൊക്കെ വാങ്ങി കൊടുത്ത് ഓനെ സർപ്രൈസ് ആക്കണം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല, എൻ്റെ എല്ലാ ചങ്ങായിമാരും ഉണ്ട്. ഗൈസ്, എൻ്റെ ചങ്ങായിമാരൊക്കെ കാണിച്ചാൽ പണ്ടത്തെ അതേ ടീം തന്നെ. ഒരു യോ പറയടാ, യോ. അപ്പോൾ ഗൈസ്, ഓനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഓനിപ്പോൾ ഇങ്ങോട്ട് വരും. അതിൻ്റെ മുന്നേ നമുക്ക് കേക്കൊക്കെ വാങ്ങി വെക്കണം. അപ്പോൾ അതാ കേക്ക് വാങ്ങാൻ പോകണം. നമ്മളെ ഫജറാണ്, ഫജറും അഫുമാണ്. അപ്പോൾ ഓല് കേക്ക് വാങ്ങി വന്നിട്ട് വേണം നമുക്ക് ഓൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാം. നമ്മൾ ഓനോട് പറയണേ ഇല്ല എന്താണ് ഇതെന്ന്. നമ്മൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ പോയല്ലേ, നമ്മൾ അവിടുന്ന് മീൻ പിടിക്കാമെന്നാണ് പറഞ്ഞിട്ടാണ് നമ്മൾ ഓനെ വിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങോട്ട് വരൂ. അപ്പം നമുക്ക് കാണാം. ഓൻ്റെ ഷേക്ക് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ പോണത്. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാവരും കേക്ക് വാങ്ങാനൊക്കെ പോവാണ്. ഇതാ എൻ്റെ അനിയനൊക്കെ ഉണ്ട്. ഇപ്പോൾ സുഖല്ലേ? എടാ ബാൻഡ് കൊടുക്കും ഓനെ. ഗൈസ്, ഒരു ഹൈലൈറ്റ് പോയിട്ടാണ് കേക്ക് വാങ്ങണേ. നമ്മളെല്ലാവരും കൂടി പിരിവിട്ടിട്ടാണ് നമ്മൾ കേക്കൊക്കെ വാങ്ങണത്. നമ്മൾ ഓന് വാട്ടർ ബലൂണൊക്കെ തല പൊട്ടിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ സ്നോ സ്പ്രേ ഒക്കെ ഉണ്ട്. ഗൈസ്, ഒരു പോണ്. ഓ വയ്ക്കോ ഇപ്പം വികേനി. നമ്മൾ ഇവിടുന്ന് മീൻ പിടിക്കും. മീൻ പിടിക്കുമ്പോൾ നമ്മൾ അവിടുന്ന് വന്നിട്ട് വാട്ടർ ബലൂണോ സ്നോ സ്പ്രേ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അടിച്ച് കളിക്കും. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നദീം ഇപ്പം ഇങ്ങോട്ട് വരും. അപ്പോൾ ചായ ഒക്കെ കുടിച്ച് വരും. അപ്പോൾ നമുക്ക് വന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ ക്യാമറ പിടിക്കുന്ന ഫസലാണ്. നമ്മളൊരു കാര്യം പറയാനാണ്. ഇപ്പോൾ ഓനിപ്പം വരും. നമ്മൾ ഓനോട് പറഞ്ഞത് നമ്മൾ മീൻ പിടിക്കുന്ന വ്ളോഗാണ് എടുക്കണതെന്ന്. ഓരിപ്പോൾ സൈക്കിളായി പോയി ഒരു കേക്ക് വാങ്ങാൻ. നമ്മൾ ഓൻ്റെ സൈക്കിൾ എടുത്ത് എന്തിനാണോ നമ്മൾ ഓനോട് പറഞ്ഞത് നമ്മളാ സ്കൂളിൽ ക്രിസ്മസ് പരിപാടിയാണ്. അപ്പോൾ അതിന് ഗിഫ്റ്റ് വാങ്ങുമല്ലോ നമ്മൾ, ക്രിസ്മസ് ഗിഫ്റ്റ് മറ്റേ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൻ്റെ സൈക്കിൾ എടുത്തതെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ പോണേ. ഒപ്പം വരും. ഷാമോൻ്റെയോടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഷാമോനറില്ലേ, നമ്മളാ സൂപ്പർ മാർക്കറ്റ് കടയുള്ള ആ വീഡിയോ ഒക്കെ, ഓനാണ് ഷാമോൻ. ഓൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം ഇങ്ങോട്ടിപ്പം വരും. അപ്പം നമുക്ക് ആ സമയത്ത് കാണാം. ഗൈസ്, ഓനെ കാത്തുനിന്ന് ഓനെ കാണുന്നതല്ല, ഒപ്പം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷാമോൻ്റെ എന്താ ചെയ്യായിരിക്കണേ. ഗൈസ്, നമുക്ക് ഓനെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താക്കാറുള്ളത് ഗൈസ്, വാട്ടർ ബലൂൺ നിങ്ങൾ കാണണ്ടോ? വാട്ടർ ബലൂണ് ഇതിൽ വെള്ളം നിറച്ച് ഓൻ്റെ തലക്കൊക്കെ ഇട്ട് പൊട്ടിക്കണം. പിന്നെ ഗൈസ്, നമ്മളെ സ്നോ സ്പ്രേ. ഇതൊക്കെ ഇതിങ്ങനെ അടിച്ചിട്ട് ഓൻ്റെ മുകളിൽ മൊത്തമാക്കണം. എന്നിട്ട് കേക്കൊക്കെ മുറിച്ച് നമ്മൾ സന്തോഷത്തിൽ പിരിക്കും. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് കാണിച്ചത് ഗൈസ് ഇങ്ങനെ ആയിരിക്കും. ഓൻ്റെ തലയൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി അവിടെ ഓനെ വരുന്നില്ല. ഓന് കാത്ത് കേട്ടോ. ഇനി ഓനെന്താ വരാത്തതെന്ന് അറിയില്ല. നമുക്കൊന്ന് പോയി നോക്കണോ? വേണ്ടല്ലോ, പോയോക്കണ്ട. അപ്പോൾ ഗൈസ്, ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ നദീമാടെ നിൽക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഓൻ്റെ മുന്നിൽ ഒരു ഇൻട്രോ എടുത്ത് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൈസ്, നമ്മൾ മീൻ പിടിക്കലാണ് ഇന്നത്തെ വ്ളോഗ്. നദീമേ, മീൻ കൊടുക്ക. സ്റ്റിക്കൊക്കെ ആയിരുതാ, ഈ സ്റ്റിക്കൊക്കെ ആയിരുതാ മീൻ പിടിക്കാൻ. ഗൈസ്, അവിടെ മീൻ പിടിക്കുന്നുണ്ട്. നമുക്ക് മീൻ വാരുമോ? ചാകര ഇരിക്കുമോ? ചാകര മൈദ പോലും ഇട്ടില്ല. ഗൈസ്, ഞാനാണ് എര സ്പോൺസർ ചെയ്യണത്. പണം എനിക്കൊരു പ്രശ്നമല്ല. അപ്പൊ എര എടുക്കാൻ ഫസലേ വാ, കമോൺ. എര എടുക്കാൻ ആരുമില്ല. അപ്പൊ ഗൈസ്, ഞാൻ ഒറ്റക്ക് പോണം. ഞാനൊക്കെ പോവാണ്. ഫസലും വാ. അപ്പോൾ ഓൻ്റെ മുന്നിൽ നമ്മൾ മീൻ പിടിക്കുന്ന വ്ളോഗിലാണ് പോകുന്നത്. ശരിക്കും മോൻ്റെ ബർത്ത്ഡേ വീഡിയോ ആണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ വ്ളോഗ് മാറിയെന്നൊന്നും വിചാരിക്കേണ്ട, ഇവിടെ തന്നെ നിന്നോളി. അപ്പോൾ ഗൈസ്, നമ്മൾ ഏരെടുക്കാൻ പോകുന്നത് എൻ്റെ സ്വന്തം തൊടിയിൽ നിന്ന്. ഇല്ലടാ, നിങ്ങളാരും ഞാൻ കിളയ്ക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. ഞാൻ പണിയെടുക്കുന്നത് ഗൈസ് ഇപ്പം കാണാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇവിടെ മണ്ണീരുണ്ടാവോ? മണ്ണീരുണ്ടാവുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ കളിക്കുന്നത് കാണിച്ചു. അപ്പോൾ ഗൈസ് കുറേ നേരമായി ഞാൻ അങ്ങനെ കുഴിച്ചിട്ടും ഒരൊറ്റതും ഇല്ല. എത്ര വെള്ളം ഒഴിച്ചു കുടിക്കാനുള്ള സെമിയോളായി. അപ്പോൾ ഗൈസ്, വെള്ളം പിടിപ്പോ. നമ്മളിത് കുറേ നേരമായി ഇങ്ങനെ മാതി വെള്ളം ഒഴിച്ചാലും വരും. മറ്റേ മണ്ണീരൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരും എന്നാണ് ഇവൻ പറഞ്ഞത്.
മണ്ണീരല്ല, മണ്ണീരെ പോലത്തെ വേറെ എന്തൊക്കെ കാണുന്നുണ്ട്. ഗൈസ് ഞാൻ മണ്ണീരിനെ പിടിച്ചിട്ട് കാണിച്ചു തരാം. ഓ ഫെയ്യഞ്ഞി. അപ്പൊ ഗൈസ് നമ്മള് മണ്ണീര് തപ്പി ആ കാണുന്ന പറമ്പ് മൊത്തം ഞാൻ കളച്ച് ഒരൊറ്റ മണ്ണീരും പോലും കിട്ടിയില്ല. അങ്ങനെ പടക്ക കടകുതാഹവ എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്ക് അപ്പോഴേ തോന്നി ചമാർപടാം എല്ലാം കത്തിച്ചാമ്പലാവുമെന്ന്. നമ്മള് മൈദെടുത്തൊരു പരീക്ഷണം ചെയ്യാൻ പോവാണ്. അപ്പൊ മഞ്ഞൾ ഒഴിച്ചത്തിനെങ്കിലും മണം കിട്ടി മീനെ കുത്തൂലേ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ മൈദെടുക്കാൻ പോയിട്ട് ഞാൻ അടുത്ത് വന്നിട്ട് കാണാം. അപ്പൊ നമ്മളെ മൈദയായിട്ട് എന്റെ അനിയൻ വന്നിട്ടുണ്ട്. അപ്പൊ മീൻ പിടിക്കൽ വ്ളോഗ് നമ്മള് പൊളിക്കും. മൈദ കെട്ടിണ്ട് ഗൈസ്. നമ്മള് ഫിഷിംഗ് റോഡൊക്കെ ആയിട്ടാണ് നമ്മളെ നദീം ഫുൾ സെറ്റപ്പിലാണ് വന്നത്. കാസ്റ്റ് ചെയ്യാനൊന്നുമില്ല, ഒരു വെറും കാസ്റ്റ് ചെയ്യാൻ വടി മാത്രം എടുത്തോണ്ടല്ലേ. ഫജു എങ്ങനെ ഏതൊക്കെ ഗിഫ്റ്റ് വാങ്ങിയുള്ളു? ഗൈസ് ഇപ്പം തന്നെ പൊളിനോവും പിടിച്ചു. അപ്പൊ ഗൈസ് എടാ ഒന്ന് കൊളുത്തിട്ട് അഫു ആദ്യം തന്നെ ഇട്. ഐശ്വര്യം വരട്ടെ. ഇതിന്റെ വാക്കാ എടാ അന്ന് ചെരക്ക് ചൂണ്ട പോയിട്ടോ. ഗൈസ് ഇതിന് മുന്നല്ലേ നമ്മളിതാ മണ്ണിൽ തപ്പുമ്പോ ഈ ചൂണ്ടലുണ്ട് ഇവിടുന്ന് ഒഴുകി അങ്ങോട്ടാണ് പോയി. അപ്പൊ ഞങ്ങനൊക്കെ ഇവൻ ഇറങ്ങിയിട്ടാണ് ഒക്കെ എടുത്തല്ലേ. ഗൈസ് ഇതാ നോക്കൂ, മീൻ ഇവനും വിട്ടുണ്ടോ മോനെ. കാസ്റ്റിംഗ് ഒക്കെ കണ്ടാൽ ഇപ്പം കിട്ടുമോ? കിട്ടൂല, അതും വെറുതെ അല്ലേ. ഈ ഇവിടുന്ന് ഒരു മീനെ പിടിച്ചാ ഇപ്പം പിടിച്ചാൽ ഞങ്ങൾക്ക് 10 റുപ്യ 5 പൈസ എടുക്കാൻ. എന്തോന്നു എന്തോ ആയിട്ട് വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയാണ് ഗൈസ്. നിങ്ങളാരെങ്കിലും ഗൈസ് ഈ മഞ്ഞൾപ്പൊടിയും മൈദ കൂടി കൊഴിച്ചിട്ടാരെങ്കിലും മറ്റേ മീൻ പിടിച്ചിട്ടുണ്ടോ എന്ന് പറയണം. ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ്. ഇനി ഫജ് വരണം. ഫജ് പിടിച്ച് എൻ്റെ ചങ്ങാൻ്റെ ഉമ്മനെ കാണാൻ പോയതാണ്. ഓൻ്റെ കൂടെ നമ്മളെ ഫസലിൻ്റെ ഉമ്മനെ കാണാൻ പോയതാണ്. ഓനിപ്പോൾ എന്താ ഓനെ കാണുന്നില്ല. ഓൻ വന്നാലേ ഉള്ളൂ നമുക്ക് വാട്ടർ ബലൂണിലൊക്കെ വെള്ളം നിറച്ച് ഇതാക്കാൻ കഴിയുള്ളൂ. ഓൻ നമുക്ക് എങ്ങോട്ടെങ്കിലും പറഞ്ഞു വെച്ചിട്ട് നദീമിനെ നമുക്ക് ഓൻ്റെ വീട്ടിലോട്ട് പറഞ്ഞു വെച്ചിട്ട് ഓനെ നമുക്ക് വാട്ടർ ബലൂണൊക്കെ വെള്ളം നിറച്ച് ഡ്രീം കേക്ക് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് എല്ലാവരും മുറിച്ച് ഓൻ്റെ മോളെ സ്നോ സ്പ്രേൻ്റെ ഒക്കെ അടിച്ചിട്ട് പൊളിക്കണം ഗൈസ്. പോയി നമുക്ക് ഇനി ഫജ് വന്നിട്ട് കാണാം ഗൈസ്. ഞങ്ങൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇമ്മതാ നല്ല പഴം ജ്യൂസ് കൊണ്ടുവന്നുണ്ട്. എടാ എങ്ങനെയുണ്ട്? ബനാന ഷേക്കാണ് എൻ്റെ ഉമ്മ കൊണ്ടുവന്നത്. രണ്ടാളോ ഒരു ഇത്ര നേരം ക്യാമറേൻ്റെ മുന്നിൽ നിന്നിട്ട് നമുക്ക് ഇപ്പം എന്താ രണ്ടാളും ഫജുവിൻ്റെ ഇപ്പിൻ്റെ കടയിൽ പോവാണ്. ഓനെ നമുക്ക് ബലൂണൊക്കെ വീർപ്പിക്കാനാണ് കൊണ്ടുപോകണം. ഇപ്പം അപ്പോൾ നിങ്ങൾ പോവില്ലേ? ഇനി എപ്പോഴാണ് വരാ? അപ്പൊ നമുക്ക് വാട്ടർ ബലൂൺ നിറയ്ക്കാൻ പോകണം. ജോലി വരുന്നേ പോയി നോക്കിക്കും. ഓല് വരുന്നേ നോക്കിച്ചല്ലേ. നമ്മളെ മുമ്പ് വരുന്ന നോക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ പണി കൊടുക്കണം. വാട്ടർ ബലൂൺ ഒരുപാട് കളേഴ്സ് ഉണ്ട് സാർ. അടുത്ത മുടിക്ക് നമ്മൾ അഫു അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് പണി. ഫസ്റ്റ് തന്നെ കോഞ്ഞാട്ടമായിരിക്കുന്നു നമ്മളുടെ ബലൂൺ പൊട്ടി. അങ്ങനെ ചെയ്യില്ലേ? നല്ല കോയിനാട്ടാണ്. നോക്കി ഒന്ന് കാണിക്കി ഗസ്. ഇതാണ് ഗസ് സീൻ. ഇതൊക്കെ അങ്ങനെ നമുക്ക് വീർപ്പിച്ചെടുക്കണം ഗൈസ്. വീർപ്പിച്ചെടുക്കണം. നമ്മളെ വെള്ളം നിറയ്ക്കുമ്പോ നമ്മളെ കടയുടെ മുതലാളി എന്തൊക്കെയുണ്ട്? നമ്മളിതാ വാട്ടർ ബലൂണ് വെള്ളം നിറയ്ക്കൊണ്ട് മോനെ കാണിക്കാണ്ടായിരുന്നു. അപ്പോൾ മോളൊറ്റക്കായിരുന്നു വീട്ടില്. ഓളൊറ്റക്കതിനുകൊണ്ട് ഞാൻ വരാഞ്ഞ. അതിനോണ്ടാ ഗൈസ് നിങ്ങൾ ഓനെ ഇത്രയും നേരം ഓനെ കാണാഞ്ഞേ. ഗൈസ് ഞാൻ എൻ്റെ ജോലിയിലോട്ട് വീണ്ടും പോട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞു. നമ്മുടെ ദേഹം മൊത്തം നനഞ്ഞു അല്ലേ ഗൈസ്.
ഇതാ നമ്മളെ ബലൂണൊക്കെ 30 ബലൂണുണ്ട് ഗൈസ്. ഇതൊക്കെ ഓൻ്റെ മേത്തിട്ട് പൊട്ടിക്കാനുള്ളതാണ്. ഓൻ ഇപ്പം ഇങ്ങോട്ട് വരും. ഓനായിട്ട് നമ്മളെ ഫജ് ഓനായിട്ട് എങ്ങോട്ടാ പോയിട്ടുണ്ട്. അവൻ്റെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ബലൂണൊക്കെ നിറയ്ക്കാൻ വേണ്ടി. ഒപ്പം വരുന്നത് നമ്മൾ വീണ്ടും മീൻ പിടിക്കുന്നത്. എൻ്റെ പുറകിൽ കൂടെ പോകണമൊക്കെ എറിഞ്ഞ് പൊട്ടീന്. ഓ മോനെ പൊളിക്കും ഗൈസ്. ഇപ്പം നമ്മളെ ഫജർ ഇപ്പോൾ ഈ സൈക്കിളിൽ വന്നിട്ടുണ്ട്. ഓൻ നമ്മളെ ക്ഷാമല്ല നമ്മളെ പീടിയ മുതൽ ഓൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഓൻ്റെ വീട്ടിലല്ലേ നദീം വിളിക്കാൻ പോയിട്ടുണ്ട്. ഓനാണ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കൊരു നല്ലൊരു ചാൻസ് ആയിട്ട് ഓൻ വരുന്നതിന് മുന്നേ നമുക്ക് പോയാലൊക്കെ സെറ്റാക്കിയിട്ട് ഓൻ എറിയാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. നമ്മളെല്ലാവരും ഇവിടെ തിരക്കിട്ടിട്ടാണ്. ഞാൻ അതിൻ്റെ ഇടയിലാണ് വ്ളോഗ് എടുക്കാൻ വന്നത്. അത് ഇതെടുക്ക്. അത് എൻ്റെ കിളിങ്ങിൽ വെച്ചിട്ട് ഓന് മനസ്സിലാവും. അവിടെ കൊണ്ടേക്ക്. ഫോൺ തന്നെ എടുക്കണേ. എടാ ചൂണ്ടലെടുത്ത് വാ. ചൂണ്ടലൊക്കെ എടുക്കും. എടാ ചൂണ്ടലൊക്കെ എടുക്കണ്ടേ? എല്ലാ ചൂണ്ടലെടുക്കും. എന്നിട്ട് നമ്മൾ അവിടെ നിൽക്കണം. എടാ 3 ആളെ ഹൈഡ് ചെയ്ത്. എടാ ഇനിയും വേണോ? ഇനി കൊടുക്ക്. ഇല്ലേ ഈ ഇവിടെ വന്ന് നിൽക്കണം. ഈ സൈഡിൽ നമ്മൾ മീൻ പിടിക്കുമ്പോൾ സൈഡ് വന്ന് എടുക്കണം. സ്റ്റാർട്ട് വരുമ്പോൾ വരണോ ഒഴിക്കാൻ സെറ്റാണ് നമുക്ക്. ഓൻ വരുന്നേ നോക്കണം ഗൈസ്. ഞാൻ എവിടെ നിൽക്കണ്ടേ? ഈ സൈഡിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. എവിടെ എവിടെ നിൽക്കണ്ടേ? ഞാൻ എവിടെ നിൽക്കണ്ടേ പറയണോ? അല്ല എനിക്ക് ഇവിടെ എല്ലാരും ഓരോ സ്ഥലത്ത് വെച്ച് നിന്നാ ഇവിടെ നിറയണ്ടമ്മ. വേണ്ടമ്മ ഇവിടെ നിറയില്ല ഗൈസ്. നമ്മൾ ഇത് ഇപ്പോൾ കടയിൽ നിന്ന് ഇവിടെ തന്നെയാണ് ഇതാക്കുന്നത് ഗൈസ്. ഓൻ വരാനായിട്ട് ഗൈസ് എനിക്കും വട്ടബലൂൺ വേണം. ഞാനും ഗൈസ് ഞാനും ഒരു വലിയ വട്ടബലൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾ നിൽക്കുക. ഞാൻ പോയി നിൽക്കട്ടെ. ഓൻ വരുന്നവരെ കാത്തുക്കാണ്. നമ്മൾ ചോട്ടിലേക്ക് ഇവിടെ ഒക്കെ ഉണ്ട്. നമ്മൾ നദിമത്തിൻ്റെ എന്താ ബക്കറ്റോ? മൊത്തം ചീറ്റി നമ്മൾ മണ്ടാണ് ഓൻ്റെ അത് എറിയാൻ വേണ്ടിയിട്ട് മൊത്തം കോളാശായി. ഓ ഗായ്സ് പ്ലാൻ ചീറ്റി ഗായ്സ്. പ്ലാൻ ഒന്നും ചീറ്റിയില്ല ഗായ്സ്. പ്ലാൻ ഒന്നും ചീറ്റില്ല. നമ്മളതാ വീഡിയോ അങ്ങനെ എടുക്കാണ്. നമുക്ക് വണ്ടിയാ മോനെ കിട്ടൂ. ആ കുളിക്കൂ. മോനെ ഇങ്ങോട്ട് നടുവിലോട്ട് എടുക്കണ. ഗൈസ് ഇതാ ഇപ്പൊ എന്താ പാന്റ് കൂടിന് ഓന് മനസ്സിലായി നമ്മൾ ഓരോ പ്ലാനുകളൊക്കെ ഇതാ. മൊത്തം
ഗൈസ് മൊത്തത്തിൽ സോപ്പ് കുളിച്ച് എടാ എങ്ങനെയുണ്ട് ഇത് മാർക്കോയി കുറച്ച് പച്ചവെള്ളം പച്ചവെള്ളോ ഗൈസ് ഒരു കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളെ ബർത്ത്ഡേ ബോയ് ഇതാ ഇവിടെ മാറ്റാൻ വന്നു ഗൈസ് ഇവിടെയാണ് ഗൈസ് നമ്മുടെ മേശ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ അപ്ലൈ ചെയ്താ ഓനെ സ്റ്റൈൽ സീനാണ് വാ ഗൈസ് നമ്മൾ നേരെ പോയി കൊടുക്കണം മേശമേലേക്ക് വെക്കുക ഓൻ വരുന്നതിന് ഓനെന്തോ ഡ്രസ്സ് മാറ്റാൻ നമ്മളൊക്കെ കൂടി വെച്ചതിന്റെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി ഓൻ പോയതാണ്. കുടിക്കാൻ വേണ്ട ഗൈസ് Happy birthday to you. Happy birthday to you. Happy birthday to Nadine. Happy birthday to you. ആദ്യം എന്റെ അനിയൻ തന്നെ ആയിക്കോട്ടെ. ചെറിയ കുട്ടിയിൽ നിന്നും തുടങ്ങാം. ചെറിയ കുട്ടിയിൽ ഇപ്പൊ ടേസ്റ്റും കൂടി പറ. പിന്നെ ഈ ബർത്ത്ഡേ കുറിച്ച് 2 വാക്ക് സംസാരിക്കും ചെയ്യും. അയ്യോ കേക്ക് അയ്യോ തൊണ്ട കുടിക്കും. നമ്മളെ ഫജർ മോൻ ഫജർ അടുത്തതായി അടിപൊളി അടുത്ത നമ്മളെ ഷാമോൻ മോൻ. ക്യാമറമാൻ ഞാൻ മിക്കോ വ്ളോഗർ മിക്കോ അടുത്ത ഷാബാസ് ഗൈസ്. അതിന്റെ കൂടെ കയ്യിരുന്നേ അഫിലല്ല ഷാമോന് കൊടുക്കേ പൈസ ഇട്ടിട്ട് ഓരോ കാണാണ്ടായോ ചെങ്ങായിട്ട് ഞാൻ അടുത്ത പച്ചൂരി ഫസല് മോനെ ഫസലാണ് കോർഡിനേറ്റർ. ഈ ബർത്ത്ഡേ ഒക്കെ കോർഡിനേറ്റ് ചെയ്തത് നമ്മളെ ഷാമോണ്ടാണ്. എന്നിട്ട് ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തിയെന്നുള്ളൂ അല്ലേ? ഗൈസ് നിങ്ങളൊരു കാര്യം മറന്നേ, ഇതിന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഇവരാണ് ഫസ്റ്റ് പ്ലാനറ്റ്. അതിന് ശേഷമാണ് ഇപ്പം വന്നത് ഗൈസ്. അങ്ങനായിരുന്നു. ഫുഡ് വെച്ചൊരു കളിയുമില്ല, കൈയിട്ട് നമ്മളെ അടിപൊളി കേക്കാണ് നമ്മളിപ്പോൾ തിന്നത്. ഡ്രീം കേക്ക് നിങ്ങളെല്ലാവരും തിന്നുണ്ടാവും. ഞങ്ങൾ വിചാരിച്ച് പണിയൊക്കെ പാളി ഓന് മണ്ടൻ കണ്ടിട്ട് നമ്മളപ്പം വിട്ടു ഓനെ വയത്താല വണ്ടി ഓനെ പിടിച്ചുകൊണ്ടെന്ന്. എന്നിട്ട് ഇവിടെ നിട്ടൊക്കെ പൊട്ടിച്ച് ഓനതാക്കിയതേ. ഗൈസ് ഞാനല്ലേ നമുക്ക് ഇനി പോയാൽ കുടിക്കണം. ഞാൻ അതിന് വേണ്ടി എങ്ങനെയുണ്ടായി ഞങ്ങളെ ബർത്ത്ഡേ? എങ്ങനെയുണ്ടായി നിങ്ങളൊന്ന് കമന്റ് ചെയ്യാറിക്ക്. അതൊന്നും കഴിയില്ല. നമ്മളെ നദീമാണ് നെട്ടി പുളഹിതനായി കിടക്കല്ലേ ഈ നെട്ടി. എന്താണൊക്കെ പറയാനുള്ള ഈ ബർത്ത്ഡേ കുറിച്ച്? ഒന്നും പറയാനില്ല. എന്തെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥയാ? അതൊക്കെ ദേഷ്യം വരാണോ സന്തോഷം വരാണോ? കരയാൻ തോന്നുന്നുണ്ടോ? എടാ ഫണ്ണിയാണേ, ഫണ്ണി. എല്ലാവരും ഫണ്ണി ആയിട്ട് കണക്കാക്കി. നമുക്ക് കുളിക്കുമ്പോൾ നമ്മളെ ഔട്ട് ഇൻട്രോ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിർത്താം. ഇപ്പം നമ്മളൊന്ന് കുളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്.
അപ്പൊ ഗൈസ് നമ്മൾ പോയാൽ കുടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓനോട് തന്നെ ചോദിച്ചു നോക്കാം ഈ ബർത്ത്ഡേ കുറിച്ച് നമുക്ക് എന്താ പറയണ്ടേ? ഈ ബർത്ത്ഡേ ഈ മറക്കും? ഒരിക്കലും മറക്കൂല. നിങ്ങൾക്കൊക്കെ ഓരോന്നിനെ എണ്ണി ഞാൻ പൊക്കും. ഓ പൊക്കെന്നാണ് പറയുന്നത്. ഞങ്ങളെ ബർത്ത്ഡേക്ക് നീ ഇവിടെ ഉണ്ടാവില്ല മക്കളെ. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ആണെങ്കിൽ അടിച്ചു പൊട്ടിക്കുക.